നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭാഗ്യത്തിൻ്റെ നമ്മളെല്ലാവരും ഭാഗ്യാന്വേഷികളാണ്. ഓക്കെ, ആഹാരം കഴിക്കുന്നത്, ഏത് ആഹാരം കഴിച്ചാൽ നമുക്ക് ഭാഗ്യം കിട്ടുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം, മാർക്കറ്റിൽ കിട്ടുന്ന ആഹാര വസ്തുക്കളിൽ ഏതാണ്ട് 90% ഏതെങ്കിലും തരത്തിലുള്ള മായങ്ങൾ കലർന്നതാണ്. ഒരു സംശയവും വേണ്ട. ഈ മായങ്ങളെല്ലാം തന്നെ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ഒരു സംശയവും വേണ്ട. ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ ശവം സൂക്ഷിക്കുന്ന ഫോർമാലിൻ ഉപയോഗിച്ചാണ് ഈ മത്സ്യം, മീൻ സൂക്ഷിക്കുന്നതെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അത് കുറേയൊക്കെ ശരിയാണ്. മാർക്കറ്റിൽ കിട്ടുന്ന ഏതാണ്ട് 90% മത്സ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ മായങ്ങൾ, ഫോർമാലിൻ തന്നെ ആവണമെന്നില്ല. ഈ മീൻ കച്ചവടക്കാർക്ക് ഫോർമാലിൻ വാങ്ങിക്കാനുള്ള കാശില്ലെങ്കിൽ നമുക്ക് സന്തോഷം. ഓക്കെ, അപ്പോൾ ചീഞ്ഞ മീൻ കിട്ടുകയും ചെയ്യും. എന്തായാലും സംഭവം ഉറപ്പായിട്ട് പറയാം, ഏതാണ്ട് 90% മത്സ്യം കിട്ടുന്നതൊക്കെ ഏതെങ്കിലും തരത്തിൽ മായം കലർന്നതാണ്. അപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ ഒക്കത്തില്ല. വാങ്ങിക്കും, കഴിക്കും, എന്തെങ്കിലുമൊക്കെ അസുഖം പിടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഇതാണ്, ഫോർമാലിൻ എന്തായാലും ശവവുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ നെഗറ്റീവ് എനർജി ആണെന്നുള്ളത് ഉറപ്പാണ്. നെഗറ്റീവ് എനർജി ആണെന്ന് മാത്രമല്ല, അത് ഉള്ളിൽ ചെന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഇതാണ്, ജീവനുള്ള പിടയ്ക്കുന്ന മീൻ കിട്ടുന്നെങ്കിൽ മാത്രമേ വാങ്ങാവുള്ളൂ. അത് സങ്കല്പിക്കാൻ വലിയ പാടാണ്. ഈ ഫാമുകളൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും, ജീവനോടെ മീനും കിട്ടും, ശരി. പക്ഷെ അതിന് ഒരുപാട് പെട്രോളൊക്കെ ചിലവാക്കി വലിയ യാത്രകളൊക്കെ, ഒരു ടൂറ് തന്നെ സങ്കല്പിക്കേണ്ടി വരും. നടക്കത്തില്ല. അതായത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിവതും മത്സ്യം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. അത് ഇപ്പോൾ ഇറ്റ്സ് എ ഫാക്ട്. പിന്നെ അത് മാത്രമല്ല, ഈ നോൺ വെജ് ഞാനും കഴിക്കാറുണ്ടായിരുന്നു. ചെറുപ്പകാലത്തൊക്കെ 3-4 ബിരിയാണിയൊക്കെ തിന്ന ആളുകളുണ്ട്. ഇപ്പോൾ അത്രയൊന്നും കഴിക്കാത്തില്ല. കാര്യം അത്രത്തോളം നമുക്ക് ആരോഗ്യമില്ല. ഓക്കെ, 64 വയസ്സുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, നോൺ വെജ് എന്ന് പറഞ്ഞാൽ ഇറച്ചി തന്നെ പലതുണ്ട്. കോഴി, മട്ടൺ, ബീഫ് എല്ലാം ഉണ്ട്. പന്നിയും പോത്തും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടുന്ന, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എങ്ങനെയാണ്? ശവമായിട്ടാണ്. ശവത്തിനെ വെട്ടിക്കൊന്ന് ആ നെഗറ്റീവ് എനർജിയാണ് ഉള്ള ആ ശവത്തിനെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരികയാണ്. നെഗറ്റീവ് എനർജിയാണ്. 100% ഉറപ്പാണ്, അത് ശവമാണ്, നെഗറ്റീവ് എനർജിയാണ്. 100% നെഗറ്റീവ് എനർജി തന്നെ. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടാവും, നമുക്കും ബാധിക്കും. ഓക്കെ, ഇത് കൊണ്ടുവരിക മാത്രമല്ല, ഒരു 100,000 കൂട്ടങ്ങളിട്ട് 100,000 ഡിഷുകൾ നമ്മൾ ഉണ്ടാക്കി നമ്മളങ്ങ് കഴിക്കുകയാണ്. ശവത്തിനെയാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, നെഗറ്റീവ് എനർജിയാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അകത്ത് ചെന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ശ്രീ രവിശങ്കർ ജി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ ഈ ചത്ത എലിയെ കണ്ടിട്ടില്ലേ? കാണുക മാത്രമല്ല, നല്ല ദുർഗന്ധമാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ദുർഗന്ധം എന്ന് പറയുന്നത് എലി ചത്ത നാറ്റമാണ്. ഈ എലി ചത്ത് കിടക്കുന്നു. ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലാണ് നമ്മുടെ വൻകുടലിലും ചെറുകുടലിലും ഒക്കെ ഈ
100% നെഗറ്റീവ് എനർജിയായ ശവങ്ങൾ, മീനും ഇറച്ചിയൊക്കെ നമ്മൾ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഇത് ദിവസങ്ങളോളം കിടക്കുമെന്നാണ്. അത് പുറത്ത് പോകണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, 3-4 ദിവസം അത് അവിടെ ഇവിടെയൊക്കെ കിടന്ന്, അതായത് ഓർക്കുക, ചത്ത എലിയുടെ നാറ്റമുള്ള, ഏതാണ്ട് അത്രത്തോളം തന്നെ നാറ്റമുള്ള, ദുർഗന്ധം വമിക്കുന്ന അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ ഇറച്ചി കഴിച്ചിട്ട് നമ്മുടെ കുടലിലും ഒക്കെ കിടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഓർത്തിട്ട് വേണം നമ്മൾ കാര്യമായിട്ട് ഫിഷ് മോളിയും ചിക്കൻ 65 ഒക്കെ കഴിക്കാൻ. ഓക്കെ, ഞാൻ പറയുന്നത് കഴിവതും ഇതങ്ങ് ഒഴിവാക്കുക. ഇപ്പോൾ പൊതുവേ ലോകത്ത് എല്ലായിടത്തും, എല്ലാ രാജ്യവും, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെല്ലാവരും തന്നെ വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, ഈ നോൺ വെജ് എല്ലാ തരത്തിലും ഏറ്റവും ഇഷ്ടം അതിൻ്റെ ആ പ്രോസസ്സിങ്, അതായത് നമ്മുടെ പ്ലേറ്റിൽ എത്തുന്നത് വരെയും അതിന് ശേഷവും അത് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്, 100% ഉറപ്പാണ്. അത് നമ്മുടെ വീട്ടിൽ കയറ്റുന്നതോ കഴിക്കുന്നതോ ഒക്കെ തന്നെ 100% നെഗറ്റീവ്. അത് മാത്രമല്ല, കഴിച്ചതിന് ശേഷം ഇല്ല ചത്ത എലിയുടെ അവസ്ഥയിലാണ് ഇത് അകത്ത് കിടക്കുന്നത്, കുടലിലൊക്കെ കിടക്കുന്നത്. അത് അതിനെക്കാട്ടിൽ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇത് കൊല്ലുന്നത് തന്നെ പാവം, തിന്നുന്നത് പാവം, അതിനുശേഷം ഇത് വയറ്റി കിടന്ന് പരമാവധി ദുർഗന്ധം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലുമൊക്കെ വിതറിയിട്ട് ഇത് പുറത്തു പോകത്തുള്ളൂ. അപ്പോൾ കഴിവതും നോൺ വെജ് കഴിക്കേണ്ട കേട്ടോ. ഈ പറഞ്ഞ ഞാനും കഴിക്കാറുണ്ട്, പക്ഷേ സംഭവം ഈ പറഞ്ഞ 10-50 വയസ്സിന് ശേഷം തന്നെ ഞാൻ ഇത് ഒഴിവാക്കുകയാണ്. വീട്ടിൽ പൊതുവെ കൊണ്ടുവരില്ല ഈ നോൺ വെജ്. വളരെ അപൂർവമായിട്ട് ചില ഒക്കെ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ വരുമ്പോൾ പാഴ്സൽ വാങ്ങിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ വരാറുണ്ട്. ശരി, പക്ഷേ എങ്കിലും പൊതുവെ ഞാൻ പറയാണ്, നോൺ വെജ് അവോയ്ഡ് ചെയ്യുക, അവഗണിക്കുക. പിന്നെ തീരെ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്, ദൈവങ്ങളൊന്നുമല്ല. പോയി ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുക, കൊതിയൊക്കെ തീരെ സഹിക്കാതെ വരുമ്പോൾ. അതായത് വെജിറ്റേറിയനൊക്കെ കഴിച്ച് നമ്മൾ മടുക്കുമല്ലോ. അപ്പോൾ തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം നോൺ വെജ് കഴിക്കുക. കാരണം എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കൊന്ന് ശവമായിട്ട് കൊണ്ടുവന്ന് അത് വെട്ടി കണ്ടിച്ച് അതിൻ്റെ ജോലയൊക്കെ ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. കഴിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്താ തന്നെയും ഫുൾ നെഗറ്റീവാണ്. ആ പ്രോസസ്സിങ് മുഴുവൻ കൊണ്ടുവന്ന് കറി വെച്ച് കഴിച്ച് അതിന് ശേഷം ഇല്ല നമ്മുടെ ദഹനമൊക്കെ നടന്ന് കുടലിലോട്ട് ചെല്ലുമ്പോൾ അതിനേക്കാട്ടിലും നെഗറ്റീവാണ്. അങ്ങനെ 100% 200% നമുക്ക് നെഗറ്റീവ് എനർജി വരുന്ന ഒരു സാധനമാണ് ഈ നോൺ വെജ് സാധനങ്ങൾ. ഓക്കെ, അപ്പം നോൺ വെജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ 8 മിനിറ്റ് കഴിഞ്ഞു. ഇനി മലക്കറി എടുത്താലോ? ഈ മലക്കറിയിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മൾ കൃഷി ചെയ്യത്തില്ലല്ലോ, നമ്മൾ വൈറ്റ് കോളർ പരിപാടികൾ മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ തമിഴന്മാരെല്ലാം പരമാവധി ആര് പറയുന്നത് എൻഡോസൾഫാനോ ഏതാണ്ടൊക്കെ കീടനാശിനിയൊക്കെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് അത് ഇവിടെ വരുന്നത്. കീടനാശിനി എന്താണ്? നെഗറ്റീവ് എനർജി തന്നെ. അത് മാത്രമല്ല, അതുമായിട്ട് കലർന്ന ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തോ ചെയ്യും? ഒന്നുകിൽ നമ്മൾ കോഴി വളർത്തലും പിന്നെ മീൻ വളർത്തലും ഒക്കെ തുടങ്ങുക, പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്തൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കീടനാശിനിയൊന്നും അടിക്കാതെ ഈ മലക്കറിയൊന്നും നന്നായിട്ട് വിളവ് തരത്തില്ലെന്ന്. എനിവേ, സംഭവം ഇതാണ്, ഞാൻ പറഞ്ഞു വെക്കുന്ന ഇതാണ്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏതാണ്ട് എല്ലാ വസ്തുക്കളിലും മായം കലർന്നു. അതിപ്പോൾ ഫോർമാലിനും നമ്മുടെ എൻഡോസൾഫാനും മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്, ഇപ്പോൾ കൊക്കോ കോള അതിനകത്ത്
പലതരത്തിലുള്ള കീടനാശിനികളുണ്ട്. അതൊക്കെ വാർത്ത വന്നതാണ്. അത് സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ ഈ എന്താ പറയുക, കുറേ നാൾ അത് കേടുകൂടാതിരിക്കാൻ വേണ്ടി അതിനകത്ത് പലതരത്തിലുള്ള കീടനാശിനികൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ചുരുക്കത്തിൽ എന്തോ ധൈര്യമായിട്ട് കഴിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അതിന് ഉത്തരം പറയാൻ. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഈ ഫാമിൽ നിന്നൊക്കെ വാങ്ങുന്ന, പിന്നെ കോഴി നമുക്കറിയാം ഹോർമോൺ കുത്തിവെക്കുന്ന കോഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ വലിയ പ്രയാസമാണ്. ശരിയായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് കിട്ടാൻ പ്രയാസമാണ്. ഓക്കെ. നമുക്കിപ്പോൾ ജാടയിലിരുന്ന് പറയാം നോൺ വെജ് കഴിക്കണ്ട, കഴിക്കണ്ട എന്നൊക്കെ. പിന്നെ എന്തോ കഴിക്കും? കൃഷി ചെയ്ത് ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് നടക്കത്തില്ല. എങ്കിലും നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ള ഇതാണ്. ഇപ്പോൾ അരിയും ഗോതമ്പും ഒക്കെ നമ്മൾ വരുന്നു, അതിനകത്തും ഏതെങ്കിലും തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ചെല്ലി കയറാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സംഭവം ഇതൊക്കെ വരുന്നത്. ഇതെല്ലാം എല്ലാത്തിൻ്റെയും, അതായത് നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ആയാലും പിന്നെ ഈ പറയുന്ന ധാന്യങ്ങളായാലും എല്ലാം തന്നെ ഈ രീതിയിൽ കീടനാശിനിയൊക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ലാഭം. ലാഭം കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നഷ്ടം വരാതിരിക്കാനും ലാഭം കിട്ടാനും ഒക്കെ തന്നെയാണ് ഈ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ദ സിസ്റ്റം ഈസ് ദ വില്ലൻ. നമ്മുടെ സോഷ്യൽ സിസ്റ്റം, ഈ പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റമാണ് നമുക്ക് ആഹാരങ്ങളിൽ പലതരത്തിലുള്ള മായം കലർത്തേണ്ടി വരുന്നതും അത് കഴിക്കേണ്ടി വരുന്നതും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനെല്ലാം കറൻസി ഇല്ലാത്ത ലോകം പറയും. നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ കേട്ടതിനേക്കാൾ കൂടുതൽ ബോറിംഗ് ആവും ഇനിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു സംശയവും വേണ്ട, നമ്മുടെ സിസ്റ്റം മാറണം എന്ന് തന്നെയാണ് ഇതിനുള്ള ശാശ്വതവും സമ്പൂർണവും ശാശ്വതവുമായിട്ടുള്ള പരിഹാരം. നമ്മുടെ സിസ്റ്റം കൊള്ളത്തില്ല, അതൊന്നും നാട്ടുകാർക്ക് ബോധ്യമായിട്ടില്ല. ഞാനത് ഡീറ്റെയിൽഡായിട്ട് അങ്ങോട്ട് പോകുന്നില്ല, കാര്യം അത് പിന്നെ 1 മണിക്കൂർ ഞാൻ സംസാരിക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോയിന്റുകളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്, അതെല്ലാം കൂടെ ഇപ്പോൾ പറയാൻ പറ്റില്ല, കാര്യം അതിനുള്ള സമയം കഴിഞ്ഞു. നിങ്ങൾ അനുവദിക്കുന്ന സമയം 10 മിനിറ്റാണ്, ഇപ്പോൾ അത് 13 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ സിസ്റ്റം മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ പറയുന്നത് എളുപ്പം, കാര്യം മെനക്കെടാൻ നമുക്ക് ആർക്കും മനസ്സില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഫോർമാലിനും കഴിച്ച് ഹോർമോണും കഴിച്ച് നമ്മുടെ എൻഡോസൾഫാനും കഴിക്കുക. പക്ഷേ ഇതല്ല ഈശ്വരൻ സങ്കല്പിച്ച ഒരു മനുഷ്യജീവിതം എന്ന് പറയുന്നത്. നോക്ക്, ബൈബിളിൽ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന, അതായത് 6 ദിവസം കൊണ്ട് ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഓക്കെ. 7-ാം ദിവസം ഈശ്വരൻ വിശ്രമിച്ചു. ഓക്കെ. ഈ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ഈശ്വരൻ്റെ സൃഷ്ടികളിൽ പലതുമുണ്ട്. പക്ഷേ പണമുണ്ടോ? കറൻസി ഉണ്ടോ? ബൈബിളിൽ ഈശ്വരൻ സൃഷ്ടിച്ചെന്ന് പറയുന്ന ലോകത്ത് പണം ഇല്ല,
അപ്പോൾ കറൻസി ഇല്ലാത്ത ലോകമാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്. പിന്നെ ഏതാണ്ട് മണ്ടനങ്ങാണ്ട് പണ്ട് 10,000 കൊല്ലത്തിന് മുമ്പ് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ പണം എന്ന് പറയുന്നത്. അത് തുടങ്ങിയതിന് ശേഷം, അതിന് മുമ്പുള്ള കാര്യം നമുക്ക് അറിയത്തില്ല, അതിനുശേഷം കൂട്ടക്കുഴപ്പമാണ്, 100% സമ്പൂർണ്ണ പരാജയമാണ്. അപ്പോൾ അത് പലരും വിചാരിക്കും ഇതങ്ങ് നിലനിർത്തിയാട്ടെ, നമുക്ക് പുതിയ കാറും പുതിയ മൊബൈലും പുതിയ വസ്ത്രവും പുതിയ ലേറ്റസ്റ്റ് സ്റ്റൈലുള്ള വീടും കാറും എല്ലാം ഭയങ്കര ലേറ്റസ്റ്റ് സ്റ്റൈലിലുള്ളത് വേണം നമുക്ക്. പക്ഷേ സോഷ്യൽ സിസ്റ്റം അത് 5000 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു തിരുവാണി ഉണ്ടാക്കിയ ഒരു സിസ്റ്റം, പഴകി ദ്രവിച്ച് സമ്പൂർണവും ശാശ്വതവുമായിട്ട് പരാജയപ്പെട്ട ഒരു സിസ്റ്റം മതിയെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് വളരെ കഷ്ടപ്പെട്ടാണ് മനുഷ്യൻ ഈ സോഷ്യൽ സിസ്റ്റം കൊണ്ടുപോകുന്നത്, നിലനിർത്തുന്നത്. എന്താ സഹായിക്കാൻ? ഫോർമാലിനും ഹോർമോണും നമ്മുടെ എൻഡോസൾഫാനും കഴിക്കാൻ എന്നും ഉത്തരം പറയാം. അതിന് എന്തിനാണ് നിലനിർത്തുന്നതെന്ന് ചോദിക്കും. ആർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ? പലരും പറയുന്നത് ടാറ്റയും പിള്ളയൊക്കെ അങ്ങ് ഭയങ്കര കോടീശ്വരന്മാരാണ്, അവർ എല്ലാം തികഞ്ഞു കിടക്കുക. എവിടാ അവരുടെയൊക്കെ കടം എത്രയാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അംബാനിയുടെ കടം എത്ര എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അദാനിയുടെ കടം എത്രയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. ചുരുക്കത്തിൽ 100% പേരും കടക്കണിയിലേക്കാണ് എന്നാണ് ഞാൻ ജീസസ് സാംബശിവൻ പറയുന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് 23 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഈ സിസ്റ്റം കൊളാപ്സ് ചെയ്യും. 45 രാജ്യങ്ങളിൽ കൊളാപ്സ് ചെയ്തു കഴിഞ്ഞു. സമ്പൂർണ്ണവും ശാശ്വതവുമായിട്ട് ഈ സിസ്റ്റം കൊളാപ്സ് ചെയ്തു കഴിഞ്ഞു. മലയാളി അറിഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാം. എന്തായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ സോഷ്യൽ സിസ്റ്റം തന്നെ മാറ്റേണ്ടി വരും എന്ന് പറയുമ്പോൾ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഭാഗ്യവും സൗഭാഗ്യവും ഘനഗംഭീരവുമായ സൗഭാഗ്യം കിട്ടണമെങ്കിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യപ്പെടണം. നമുക്കും നമ്മുടെ അനന്തര തലമുറകൾക്കും ആരോഗ്യമുള്ള രീതിയിൽ ജീവിക്കാൻ നല്ല വിഷലിപ്തമല്ലാത്ത ആഹാരം കിട്ടണമെങ്കിൽ സിസ്റ്റം തന്നെ മാറ്റേണ്ടി വരികയാണ്. അത്രത്തോളം സമ്പൂർണ്ണ പരാജയമാണ് ഇന്നത്തെ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ബാക്കി കാര്യങ്ങളൊക്കെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് 50 മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള വിഷയങ്ങളുണ്ട്. അതും മലയാളികൾക്ക് ഒരാൾക്ക് പോലും മാത്രമല്ല, 830 കോടി ജനങ്ങളിൽ ഒരാൾക്ക് പോലും അറിയാത്ത വിഷയങ്ങൾ മാത്രം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 50 മണിക്കൂർ സംസാരിക്കാം. അത്രത്തോളം ഇൻഫോർമേഷൻസ് ഈ 64 വയസ്സിനിടയ്ക്ക് ഞാൻ സമാഹരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം വിടവാങ്ങുന്നു. വീണ്ടും വരും. നിങ്ങൾക്കെല്ലാം, മുഴുവൻ പേർക്കും സമ്പത്തും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇനി കൂടുതലാളില്ല എന്നാൽ തന്നെയും ഉള്ള കാലം കൊണ്ട് നമ്മൾ ഈ പരമാവധി ഈ മാറ്റപ്പെടേണ്ടുന്ന എല്ലാ തരത്തിലുള്ള തെറ്റുകളെയും പരമാവധി എതിർത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി ഇനിയുള്ള മണിക്കൂറുകളും, ഇനിയിപ്പോൾ എത്ര മണിക്കൂറുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, ഏറിപ്പോൾ 2 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 700ഓളം ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ കിട്ടുന്ന മണിക്കൂറുകളിൽ പ്രധാന ഉദ്ദേശമായിട്ട് ഞാൻ കാണുന്നത് മറ്റൊന്നുമല്ല, 830 കോടി ജനങ്ങൾക്കും
സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കാനുള്ള ഒരു സോഷ്യൽ സിസ്റ്റം അത് പരമാവധി ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്തായാലും അതിൻ്റെ ഭാഗങ്ങൾ ഇനിയും കേൾക്കാം. അതുമൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരും. ദയവായി കൂടെ നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആണ് ഞാൻ ഈ ഊർജ്ജം ചെലവാക്കുന്നത്. ഓക്കെ, നമസ്കാരം, ശുഭദിനം.